നമസ്കാരം. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി രൂപവത്കരിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി തൊഴിലാളി സംഘടനകൾ. ഗതാഗത മന്ത്രി ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അതിനു മുമ്പ് ആരും സ്റ്റിക്കർ ഒട്ടിക്കില്ലെന്ന യോഗത്തിൽ തീരുമാനമെടുത്തു. പരിഷ്കാരം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ വ്യഗ്രത കാട്ടിയാൽ പണിമുടക്കും. യോഗത്തിൽ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സംയുക്ത പ്രസിഡന്റ് രാജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംഘടനകൾ ഒത്തുചേർന്നാണ് പ്രതിഷേധം. അതേസമയം ഫെയർ മീറ്റർ പതിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നത് നിർബന്ധമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പാലക്കാട് പട്ടണത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആദ്യ ദിനത്തിൽ 12 ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. മീറ്റർ ഇടാത്തതിന് 250 രൂപയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് 2000 രൂപയും പിഴ ഈടാക്കി. 10 ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഉണ്ടായിരുന്നുവെങ്കിലും പ്രവർത്തിപ്പിച്ചിരുന്നില്ല. 2 ഓട്ടോറിക്ഷകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. നിയമലംഘനം തുടർന്നാൽ ഫിറ്റ്നസ് റദ്ദു ചെയ്യുമെന്നതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് പാലക്കാട് RTO CU മുജീബ് പറഞ്ഞു. ശനിയാഴ്ച ഫിറ്റ്നസ് പരിശോധനയ്ക്കെത്തിയ 8 ഓട്ടോറിക്ഷകളിലും വാഹനം ഓടിക്കുമ്പോൾ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നുവെന്ന് ഉറപ്പാക്കിയതായും RTO പറഞ്ഞു. മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതും ഇതിനെ തുടർന്നുള്ള വാക്തർക്കങ്ങളും ഒഴിവാക്കാൻ സംസ്ഥാനതല തീരുമാനങ്ങളുടെ ഭാഗമായാണ് പാലക്കാട് ജില്ലയിലും നടപടി തുടങ്ങിയത്. ടൗണിൽ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓടിയ ഓട്ടോറിക്ഷക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യാത്രകൾ കുറവാണെന്നും പാലക്കാട് മീറ്റർ ഇട്ട് ഓടുന്നത് ബുദ്ധിമുട്ടാണെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഓട്ടോറിക്ഷക്കാർ അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ആക്ഷേപമുള്ള ജില്ല കൂടിയാണ് പാലക്കാട്. ശനിയാഴ്ച മുതൽ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്കെതിരെ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് RTO CU മുജീബ് പറഞ്ഞു. മീറ്റർ ഇടാതെ ഓട്ടോറിക്ഷകൾക്കെതിരെ യാത്രക്കാരുടെ പരാതിയിലും നടപടിയെടുക്കും. മീറ്റർ ഇടാതെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷകളുടെ വീഡിയോ ഫോട്ടോയോ സഹിതം യാത്രക്കാർക്ക് ജോയിന്റ് RTOമാരുടെ നമ്പറുകളിൽ പരാതിപ്പെടാം. ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയാൻ പുതിയ ആശയവുമായി കഴിഞ്ഞ ജനുവരിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത്. മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് അന്നെടുത്ത തീരുമാനം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെ ഓടുന്നുവെന്നുമെല്ലാമുള്ള ഒട്ടേറെ പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഇത്തരമൊരു തീരുമാനം ഊരിത്തിരിഞ്ഞത്. ജനുവരിയിൽ നടന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിപ്പിക്കേണ്ടത്. എന്നാൽ ഇത് പ്രായോഗികമായി എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന സംശയം ഇതിനകം ഉയർന്നിട്ടുണ്ട്. സ്റ്റിക്കർ പതിപ്പിക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇനിയും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു.